Franklin's lectures. അപ്പോൾ നമ്മൾ ഇന്ന് Physics for Information Science-ന്റെ Module 4 crash video ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ സബ്ജക്ട് കോഡ് വന്നിട്ട് GAPHT 121 ആണ്. ഇനി full wave rectifier. Full wave rectifier using center taped transformer, internal resistance of a diode is 20 ohm. The RMS value of the secondary voltage of center tape to each anode is 300 volt. If the load resistance is 980 ohm, evaluate mean load current, RMS current and DC output power എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ഇക്വേഷൻസ് ഇവിടെ എഴുതാം. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. DC യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ എന്താണ്? 2Im/π ആണ്. ഇതാണ് ഏതാ? മീൻ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. മീൻ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി മീൻ ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് VDC. That is equal to 2Vm/π. ഇതാണ് മീൻ ലോഡ് വോൾട്ടേജ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഇനി അതുപോലെ രണ്ട് ഇക്വേഷൻസും കൂടെ ഓർത്ത് വെക്കാനുണ്ട്. ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് തന്നെയാണ്. IRMS equal to Im/√2. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RMS ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ VRMS എന്ന് പറയുന്നത് Vm/√2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ കേസ് ഓഫ് ഏതിന്റെ കേസിലാടാ? ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ. അപ്പൊ ഇതിനെ RMS ലോഡ് കറണ്ട് എന്ന് പറയും. RMS ലോഡ് കറണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ബോക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഇവിടെ എടുത്തെഴുതാം. ഇന്റേണൽ റെസിസ്റ്റൻസ്. ഞാൻ നേരത്തെ ഡെറിവേഷൻ ചെയ്ത സമയത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഐഡിയൽ കേസിലായിട്ടാണ് എടുത്തത്, 0 ആയിട്ടാണ് എടുത്തത്. സോ നമുക്ക് RL ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മാത്രമേ IAC കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ohm. RMS value of secondary voltage, that is equal to VRMS is equal to Vm/√2 എന്ന് പറയുന്നത് എത്രയാ? 300 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് RL എന്ന് പറയുന്നത് 980 ohm ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ആണ്. ഇതാ 20 ohm ഇന്റേണൽ റെസിസ്റ്റൻസ്, 300 വോൾട്ട് സെക്കൻഡറിയിൽ വരുന്ന RMS വാല്യൂ, 980 ohm ആണ് ലോഡ് റെസിസ്റ്റൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നോക്കാം. ടു ഫൈൻഡ് നമുക്ക് 3 കാര്യങ്ങളാണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. മീൻ ലോഡ് കറണ്ട്. മീൻ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ഏതാ? നമ്മൾ പറഞ്ഞു നേരത്തെ IDC ആണ്. സോ IDCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2Im/π ആണ് ഇൻ കേസ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. ഇനി അടുത്തത് RMS ലോഡ് കറണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു IRMS equal to Im/√2. മൂന്നാമത്തത് DC ഔട്ട്പുട്ട് പവർ. DC ഔട്ട്പുട്ട് പവർ ആണ്. സോ IDC² into RL ആണ് ഇക്വേഷൻ വരിക. DCന്റെ കേസിൽ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ RL മാത്രം എടുത്താൽ മതി. ആദ്യം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇതിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ ആദ്യം നമുക്കറിയാം VRMS എന്ന് പറയുന്നത്
Vm/√2 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇതിന്ന് Vm ന്റെ വാല്യൂ കിട്ടും. ഈ Vm കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ Im ന്റെ വാല്യൂ കിട്ടും. സോ ഞാൻ Vm ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാണ്. Vm is equal to 300 into √2 അല്ലേ വരിക. എന്താ കിട്ടിയത്? ഈ Vm is equal to 300 into ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 300 into √2 വരും. ആൻഡ് ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 424.2 വോൾട്ട് എന്നാണ് വരിക. അപ്പൊ Vm ന്റെ വാല്യൂ കിട്ടി. Vm ന്റെ വാല്യൂ കിട്ടിയേ. അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പൊ ആദ്യം മീൻ ലോഡ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് IDC is equal to 2Im/pi എന്ന് വരും. ആൻഡ് Im എന്ന് പറയുന്നത് എന്താ? പീക്ക് ലോഡ് കറണ്ട് ആണ്. Im എന്ന് പറയുന്നത്. അപ്പൊ Im is equal to Vm divided by RD. മീൻ ലോഡ് കറണ്ട് ആണ്. RD plus RL വരും. That is equal to Vm divided by Vm ന് പകരം നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. That is equal to 424.2 divided by RD എന്ന് പറയുന്നത് 20 ആണ് പ്ലസ് RL എന്ന് പറയുന്നത് 980 ആണ്. That is equal to 0.4242 ആംപിയർ എന്ന് വരും. ഓക്കെ, അപ്പൊ മീൻ ലോഡ് കറണ്ട് കണ്ടുപിടിച്ചു. Im എന്താണെന്ന് കണ്ടുപിടിച്ചു, പീക്ക് ലോഡ് കറണ്ട്. ഇനി IDC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. IDC എന്ന് പറയുന്നത് 2Im/pi ആണ്. അപ്പൊ 2 into 0.4242 divided by pi. ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.2701 ആംപിയർ എന്നാണ് കിട്ടുക. 2701 ആംപിയർ. ഓക്കെ, അപ്പൊ മീൻ ലോഡ് കറണ്ട് കിട്ടി. ഇനി അടുത്തത് RMS ലോഡ് കറണ്ട്, IRMS എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ അറിയാം. IRMS എന്ന് പറയുന്നത് Im/√2 ആണ്. That is equal to Im എന്ന് പറയുന്നത് 0.4242 ആണ്. 0.4242 divided by √2 ആൻഡ് ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 0.3000 എന്ന് കിട്ടും ആംപിയർ. ഓക്കെ, ഇനി അടുത്തത് കാൽക്കുലേറ്റിംഗ് DC output power, PDC. PDC is equal to I square capital letter DC കൊടുക്കുക. PDC I square DC into RL ആണ് വരിക. DC പവർ എന്ന് പറയുന്നത് പവർ അക്രോസ് ദി ലോഡ് ആണ്. സോ നമുക്ക് ലോഡിന്റെ റെസിസ്റ്റൻസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ അതാണ് RL എന്ന് എടുക്കുന്നത്. IDC സ്ക്വയർ എന്ന് പറയുന്നത് 0.07295 ID സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇൻറ്റു 980. ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 71.49 വാട്ട് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ പവറും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള 3 വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കാം. ഇതിന്റെ സിമിലർ ആയിട്ട് വേറൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് സോൾവ് ചെയ്യാം. സിമിലർ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി സെന്റർ ടൈപ്പ് ഫുൾ വേവ് റെക്ടിഫയർ ഈച്ച് ഡയോഡ് ഹാസ് ഇന്റേണൽ റെസിസ്റ്റൻസ് 10 ohm. അപ്പൊ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇന്റേണൽ റെസിസ്റ്റൻസ് equal to 10 ohm. The transformer RMS secondary voltage, അതായത് IRMS, സോറി വോൾട്ടേജ് ആണ്. സോ VRMS എന്ന് പറയുന്നത് എത്രയാ? 50 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് RL എന്ന് പറയുന്നത് that is equal to 980 ohm എന്ന് തന്നിട്ടുണ്ട്.
ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് മീൻ ലോഡ് കറണ്ട് ആൻഡ് RMS വാല്യൂ ഓഫ് ദി ലോഡ് കറണ്ട്. സോ ഇവിടെ എഴുതാം മീൻ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് IDC ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2IM by pi. അപ്പൊ IMന്റെ വാല്യൂ എന്താ നമുക്ക് അറിയില്ല അല്ലെ. സോ IMന്റെ വാല്യൂ എന്താണ് നമുക്ക് അറിയില്ല. സോ IM കാൽക്കുലേറ്റ് ചെയ്യാം. IM എന്ന് പറയുന്നത് നമുക്ക് പക്ഷെ എന്തിന്റെ വാല്യൂ അറിയാം? VRMSന്റെ വാല്യൂ അറിയാം. VRMS into √2 അല്ലേ? IMന്റെ വാല്യൂ അല്ല, VMന്റെ വാല്യൂ. സോ അതുവഴി നമുക്ക് IMന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. VM എന്ന് പറയുന്നത് VRMS into √2 അല്ലേ? സോ 50 into √2 that is equal to 70.7 volt. അപ്പൊ VM കിട്ടി. VM കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ IM കിട്ടൂലേ? IM എന്ന് പറയുന്നത് VM by internal resistance of the diode plus RL load resistance. That is equal to VM എന്ന് പറയുന്നത് 70.7 divided by resistance 10 plus 980. That is equal to ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 0.0714 എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് IM കിട്ടിയേ. അപ്പൊ IM കിട്ടി. അപ്പൊ IDC കാൽക്കുലേറ്റ് ചെയ്യാലോ. സോ IDC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. IDC എന്ന് പറയുന്നത് അപ്പൊ എന്ത് കിട്ടും? 2IM by pi ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 0.0714 divided by pi. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 മില്ലി ആംപിയർ എന്നാണ് വരിക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇനി അതുപോലെ നമുക്ക് അടുത്തൊരു പാരാമീറ്റർ കിട്ടാനുണ്ട്, RMS വാല്യൂ. RMS കറണ്ടിന്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു IM by √2. ദാറ്റ് ഈസ് ഈക്വൽ ടു IM എന്ന് പറയുന്നത് 45 ആണ് അല്ലെ. സോറി, IM എന്ന് പറയുന്നത് 0.0, IDC ആണ് 45, IM എന്ന് പറയുന്നത് 0.0714 ആണ് ഡിവൈഡഡ് ബൈ √2. ആൻഡ് ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 50 മില്ലി ആംപിയർ എന്നാണ് കിട്ടുക. സോ IRMSഉം IDCയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. A silicon diode having internal resistance of 30 ohm is used for a half wave rectifier. ഇപ്പൊ നമ്മൾ രണ്ട് കേസിൽ നോക്കിയത് ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിലാണ്. ഇനി ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിലാണ് നോക്കാനുള്ളത്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ? 30 ഓം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഇൻപുട്ട് എസിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. VI is equal to 6 sin omega t ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈ 6 എന്ന് പറയുന്നത് ബേസിക് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് VI is equal to VM sin omega t ആണ്. സോ ഈ VM എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് എന്താണ്? 6 ആണെന്ന് കിട്ടി. സോ VMന്റെ വാല്യൂ 6 ആണെന്ന് കിട്ടി. Therefore VM is equal to 6. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ലോഡ് റെസിസ്റ്റൻസ് 500 ഓം ആണ് തന്നിട്ടുണ്ട്. ലോഡ് റെസിസ്റ്റൻസ് is equal to 500 ഓം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ്. അപ്പൊ ഇത് വെച്ച് നമ്മളോട് DC ഔട്ട്പുട്ട് പവർ, AC ഇൻപുട്ട് പവർ, എഫിഷ്യൻസി ഓഫ് ദി റെക്ടിഫയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം DC ഔട്ട്പുട്ട് വോൾട്ടേജ്. DC ഔട്ട്പുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കാണാൻ വേണ്ടി പോകുന്നത് DC മീൻ കറണ്ട് ആണ്. DC മീൻ കറണ്ട് എന്ന് പറയുന്നത് IDC ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു IM by pi ആണ് ഇൻ കേസ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു IMന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ IMന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് IM is equal to VM divided by RD plus RL ആണ്. VM ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6. RD plus RL ചെയ്യുന്ന സമയത്ത് 500 plus 30 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 530 എന്ന് വരും. ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 0.01132 ആണ് IMന്റെ വാല്യൂ വരിക. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 0.01132 ഡിവൈഡഡ് ബൈ പൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.03603 ആംപിയർ എന്ന് വരും.
that is equal to 3.603 മില്ലി ആംപിയർ എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഡി സി മീൻ കറണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാ വരുന്നത് നോക്കാം. സോറി, ഇതിൽ നിന്നാണ് നമ്മൾ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഡി സി എന്ന് പറയുന്നത് ഐ ഡി സി ഇൻറ്റു ആർ എൽ ആണ്. ഓക്കെ, ഇതിന്റെ ഇതെന്ന് പറയുന്നത് വി ഡി സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഡി സി ഇൻറ്റു ആർ എൽ ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഡി സി ആദ്യം കണ്ടുപിടിച്ചത്. ഐ ഡി സി കണ്ടുപിടിച്ചു. ഇനി അതിൽ നിന്ന് നമുക്ക് വി ഡി സി കണ്ടുപിടിക്കാം. വി ഡി സി എന്ന് പറയുന്നത് ഐ ഡി സി എത്ര നമുക്ക് കിട്ടിയത് 0.003603 into 500 load resistance, that is equal to 1.802 volt ആണ് വി ഡി സിയുടെ വാല്യൂ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബി പാർട്ട് എ സി ഇൻപുട്ട് പവർ ആണ്. സോ എ സി ഇൻപുട്ട് പവർ പി എ സി എന്ന് പറയുന്നത് എന്താ വരുന്നത്? ഐ ആർ എം എസ് വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. ഐ ആർ എം എസ് is equal to IM by 2, that is equal to 0.01132 divided by 2, that is equal to 5.66 into 10 raised to minus 3 ampere എന്ന് കിട്ടും. that is equal to 5.66 മില്ലി ആംപിയർ എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പി എ സിയുടെ വാല്യൂ കിട്ടും. പി എ സി is equal to I square RMS into RD plus RL, that is equal to 0.00566 whole square into 530 എന്ന് വരും. that is equal to 0.01698 watt എന്ന് വരും. ഇനി അതുപോലെ എഫിഷ്യൻസി ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പി ഡി സി ഡിവൈഡഡ് ബൈ പി എ സി ആർ എം എസ് വാല്യൂ ഇൻറ്റു 100 ആണ്. ദർഫോർ പി ഡി സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 0.00649 ഡിവൈഡഡ് ബൈ പി എ സി എന്ന് പറയുന്നത് 0.01698 ഇൻറ്റു 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 38.22% ആണ് വരിക. ഓക്കെ, ഈ പി ഡി സിയുടെ വാല്യൂ നമുക്ക് പി എ സിയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പി ഡി സിയുടെ വാല്യൂ നമ്മൾ നേരത്തെ ചെയ്ത് നോക്കണം. പി ഡി സി എന്ന് പറയുന്നത് എങ്ങനെയാ? ഐ ഡി സി സ്ക്വയർ ഇൻറ്റു ആർ എൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐ ഡി സിയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 0.00363 the whole square into RL എന്ന് പറയുന്നത് 500 ആണ്. that is equal to 0.00649 watt. സോ ആ ഒരു പി ഡി സിയും പി എ സിയും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ എഫിഷ്യൻസി കണ്ടുപിടിച്ചത്. 40 നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ നിങ്ങൾ നോക്കിക്കേ. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചില്ലായിരുന്നോ? എഫിഷ്യൻസി എത്ര കണ്ടുപിടിച്ചത്? 40.6 ആണ്. സോ ഓൾമോസ്റ്റ് 38 എത്ര നമുക്ക് ആൻസർ കിട്ടിയ 38.22% ആണ് എഫിഷ്യൻസി ഈ കേസിൽ. ഈ വാല്യൂസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു and bye bye.